ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഉറപ്പായും നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, പരിശുദ്ധ അമ്മേ, നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടി അണഞ്ഞിരിക്കുന്നു. കരുണയും മാധുര്യവും നിറഞ്ഞ അമ്മേ, മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ഞങ്ങളുടെ ആകുലതകളും ഉത്കണ്ഠകളും ഹൃദയഭാരങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരേണമേ. സംശയ മനോഭാവത്തോടെ അമ്മയുടെ മുൻപിൽ ആയിരിക്കുവാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. അമ്മയുടെ സ്നേഹത്തിന് ഞങ്ങളെ തന്നെ ഞങ്ങൾ പൂർണ്ണമായും വിട്ടു നൽകുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശക്തിയും ചൈതന്യവും നിറഞ്ഞ ആത്മീയ വെളിച്ചം ഞങ്ങളിലേക്ക് നിറയ്ക്കണമേ. അമ്മയുടെ ചൈതന്യത്താൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ പാത കാണിച്ചു തരണമേ. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിശുദ്ധി കാത്തു സൂക്ഷിക്കപ്പെടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ അമ്മയുടെ അനുഗ്രഹവും സഹായവും ലഭിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകട്ടെ. അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാ അനുഗ്രഹങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളും ബലഹീനതകളും പോരായ്മകളും അവിടുന്ന് നീക്കിത്തരേണമേ. ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സ്വീകരിക്കുവാൻ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ മാതാവേ, സ്നേഹസമ്പന്നയായ അവിടുന്ന് ഞങ്ങളുടെ തളർച്ചകളിൽ കരുത്താകണമേ. പ്രതിബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷങ്ങളിൽ എൻ്റെ കണ്ണുനീരൊപ്പി അമ്മ എൻ്റെ ആശ്രയമായി കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ദിവ്യനാഥൻ്റെ അമ്മേ, ഞങ്ങളെ സകല പാപങ്ങളിൽ നിന്നും മാരക രോഗങ്ങളിൽ നിന്നും കാത്ത് പരിപാലിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും എൻ്റെ പരിസരത്തുള്ളവരുടെയും എൻ്റെ ചുറ്റുമുള്ള എല്ലാവരുടെയും സംരക്ഷണം ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. കൈവിടാതെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. വ്യക്തിപരമായി ഞങ്ങൾ അമ്മയുടെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളും അവിടുന്ന് ശ്രവിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ. ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. അവിടുന്ന് കൂടെ ഉണ്ടെന്നുള്ള ഒരേ ഒരു പ്രത്യാശയിലാണ് മാതാവേ ഞങ്ങൾ ജീവിക്കുന്നത്. ദിവസങ്ങൾ കഴിയും തോറും കഷ്ടപ്പാടുകൾ ഏറി വരികയും പ്രതിബന്ധങ്ങൾ ഞങ്ങൾ അവിടുന്ന് ദയാലുവും കാരുണ്യവാരിധിയുമാണല്ലോ. ദിവസങ്ങൾ കഴിയും തോറും കഷ്ടപ്പാട് ഏറി വരുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ദയാലുവും കാരുണ്യവാരിധിയും ആണല്ലോ. ഞങ്ങളിലുള്ള എല്ലാ മനോവിഷമങ്ങളും തടസ്സങ്ങളും പോരായ്മകളും വേദനകളും അവിടുന്ന് പരിഹരിച്ചു തരണമേ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശക്തയായ അമ്മേ,
ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവമാതാവേ, കടബാധ്യത മൂലം കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ അനുഗ്രഹം ഓരോ മക്കൾക്കും നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പ്രത്യേകമായ പരിപാലനയ്ക്കായി സമർപ്പിക്കുന്നു. ദൈവമാതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കടം വീട്ടുവാനും അഭിമാനത്തോടെ ജീവിക്കുവാനും എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി ചെയ്യുവാനും ആവശ്യമായ സാമ്പത്തിക പുരോഗതി ഓരോരുത്തർക്കും നൽകണമേ. അമ്മേ മാതാവേ, കടം വീട്ടുവാനുള്ള പരിശ്രമങ്ങൾ വിജയിപ്പിച്ച് തരണമേ. എല്ലാ മാനസിക സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ മോചിപ്പിക്കണമേ. അടങ്ങിപ്പോയ വഴികൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തരണമേ. അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കണമേ. ദൈവപുത്രൻ്റെ അമ്മയായ കന്യകാമറിയമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് വാഴ്ത്തുന്നു. അവിടുത്തെ കാരുണ്യം അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഒരു നിയോഗം ഇപ്പോൾ നിങ്ങൾ സമർപ്പിക്കുക. ഏറ്റവും വേഗത്തിൽ സാധിച്ചു തരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പ്രവർത്തിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും ദൈവഹിതത്തോട് വിധേയത്വം പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായം നൽകുവാനും അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മനുഷ്യ അവതാരത്തോട് സഹകരിച്ചുകൊണ്ട് ഈ ലോക ജീവിതം പൂർത്തിയാക്കിയ മറിയമേ, എൻ്റെ നാഥേ, അവിടുത്തെ പാദാന്തികത്വത്തിൽ മുട്ടിപ്പായി കേഴുന്ന ഞങ്ങളെ കൈവിടാതെ കാത്തുകൊള്ളണമേ. അമ്മയുടെ ഉദരഫലമായ ഈശോ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് കുരിശുമരണം കൈവരിച്ചുവല്ലോ. പാപികൾക്കു വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തയ്യാറായ കർത്താവേ, പാപികളായ ഞങ്ങൾ ഓരോരുത്തരോടും കരുണയായിരിക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമാക്കി മാറ്റണമേ. ജീവിതഭാരത്താൽ തളരുന്നവരെയും ആശ്വാസമില്ലാതെ അലയുന്നവരെയും അമ്മയുടെ മാതൃസ്നേഹത്തിൻ്റെ കരം നീട്ടി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ ജീവിക്കുവാനും പ്രലോഭനങ്ങളെ ധൈര്യപൂർവം നേരിടുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തരാക്കണമേ. അമ്മയുടെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും എത്തിക്കണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ശക്തമായ ഒരു സംരക്ഷണ കവചമായി അമ്മ ഞങ്ങളോടൊപ്പം വസിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തെയും മാറ്റിമറിക്കാൻ കഴിയുന്ന ഏറ്റവും വിശ്വസ്തതയായ സുഹൃത്തും അത്ഭുത പ്രവർത്തകയും അവിടുന്ന് ആണല്ലോ. എനിക്ക് എപ്പോഴും താങ്ങായി കൂടെ ഉണ്ടാകണമേ. അമ്മ എനിക്ക് ആശ്വാസകയും വഴികാട്ടിയുമാണെന്ന് എനിക്കറിയാം. എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുമ്പോഴും എൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോഴും അവിടുന്ന് എൻ്റെ പക്ഷത്ത് ഉണ്ടാകണമേ. പരിശുദ്ധ ദൈവമാതാവേ, എന്നെ വിട്ടുപോകാതിരിക്കുവാൻ അമ്മ എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമേ.
എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ അവസ്ഥകളിലും എന്നെക്കുറിച്ച് മികച്ച ഒരു പദ്ധതിയുണ്ടെന്നും അത് എൻ്റെ നന്മയ്ക്കുള്ളതാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ കൈകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അമ്മ എന്നോടൊപ്പം വരുവാനും എനിക്ക് ആവശ്യമായ അത്ഭുതം നൽകുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ദൈവമാതാവേ, എൻ്റെ ഭവനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് കടന്നു വരയണമേ. അമ്മയിൽ എല്ലാം സാധ്യമാണെന്നും പുനഃസ്ഥാപിക്കുവാനും സുഖപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് എനിക്കറിയാം. അതിനാൽ എൻ്റെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും അമ്മയെ ഞാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രത്യാശയും വിശ്വാസവും പുതുക്കി അമ്മയുടെ അഭിഷേകം എന്നിൽ പകരുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ പോകുന്നിടത്തെല്ലാം അമ്മയുടെ പ്രകാശവും സമാധാനവും പരത്തുന്ന കൃപയുടെയും സ്നേഹത്തിൻ്റെയും ഉപകരണം ആകുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് സ്നേഹത്തിൻ്റെ അമ്മയാണെന്നും എൻ്റെ ജീവിതത്തിലെ എല്ലാ വിശദാംശങ്ങളിലും അമ്മ ശ്രദ്ധാലുവാണെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനും മുന്നോട്ടുള്ള വഴി കാണിക്കുവാനും എന്നെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് പറയുന്നത്. അമ്മയുടെ ഇഷ്ടം ചെയ്യുവാനും അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ സഹോദരങ്ങളെയും ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമാതാവേ, എല്ലാവരെയും സംരക്ഷിച്ച് അനുഗ്രഹിച്ച് അമ്മയുടെ സാന്നിധ്യം അവരോടൊപ്പം എപ്പോഴും ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മ ഇതിനകം ചെയ്തിട്ടുള്ള എല്ലാറ്റിനും ഇനി ചെയ്യാൻ പോകുന്ന എല്ലാറ്റിനും അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന അത്ഭുതം അതിൻ്റെ വഴിയിലാണെന്നും അമ്മ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അമ്മയുടെ അനന്തമായ നന്മയിൽ എന്നെ തന്നെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ. മുന്നോട്ടു പോകുവാനുള്ള ശക്തി എനിക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവിടുത്തെ പാതയിൽ സഞ്ചരിച്ച് ആ പ്രകാശത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച് ദൈവസ്നേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ വളരുവാൻ ജീവിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.